പോളിംഗാണ് ചേലക്കരയിൽ രേഖപ്പെടുത്തിയത്. ഇതുവരെ 72.51% പോളിംഗ്. രാവിലെ മുതൽ ഉച്ചവരെ വോട്ടേഴ്സിന്റെ വലിയ നിരയായിരുന്നു ബൂത്തുകളിൽ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായി. പോളിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ബൂത്തുകളിൽ വോട്ടർമാർ എത്തി തുടങ്ങി. തുടക്കം മുതൽ മികച്ച പോളിംഗ്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ദേശമംഗലം വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ ഭാര്യയ്ക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. വികസനത്തിന്റെ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ചോദിച്ചത്. നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇന്നലെ വരെയുള്ള വോട്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരസ്യമായിട്ടും നിശബ്ദമായിട്ടും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. കെ രാധാകൃഷ്ണൻ MPയുടെ വോട്ട് തൊണ്ണൂർക്കര AUP സ്കൂളിലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടു. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ പാമ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഈ ചേലക്കര ഇന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിയതിൻ്റെ അമർഷം ഇവിടുത്തെ ചേലക്കരക്കാർക്കുണ്ട്. അതിനാൽ BJPക്ക് വിജയിക്കാനുള്ള സാധ്യത സാഹചര്യം എല്ലാം ഇവിടെ ഉണ്ട്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല. ചേലക്കരയിൽ ഒരു മാറ്റത്തിനായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. പക്ഷെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് എല്ലാവരുടെ മുഖത്തു നിന്നും അല്ലെങ്കിൽ എല്ലാവരുടെ കണ്ണുകളിൽ നിന്നും നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ചേലക്കരയിൽ വികസനം വേണമെന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംവിധായകൻ ലാൽ ജോസിന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നെന്നും ലാൽ ജോസ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3.5 ആഴ്ചയോളം നീണ്ട പ്രചരണത്തൊടുവിലാണ് ചേലക്കരയിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും അവസാനം ഉയർന്ന EP ജയരാജന്റെ ആത്മകഥാ വിവാദം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചോ എന്ന് കാത്തിരുന്നു കാണണം. 24 ചേലക്കര.